ഹലോ ഓൾ, വെൽക്കം ടു ലൈസിയം ലേണിംഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷിലെ 4ാമത്തെ യൂണിറ്റിലെ 2ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള എ ഷീൽഡ് ഓഫ് കറേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിയൽ ലൈഫ് സ്റ്റോറിയാണ്. അപ്പം ഈ ഒരു സ്റ്റോറിയിൽ കൂടെ അല്ലെങ്കിൽ ഒരു റിയൽ ലൈഫ് സ്റ്റോറിയിൽ കൂടെ ഇവിടെ പറയുന്നത് നീരജ ബാനറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്ലൈറ്റ് അറ്റൻഡൻറ്റിൻ്റെ അവരുടെ ഒരു ധൈര്യവും അവരുടെ ആ ധൈര്യം കൊണ്ട് ആ ഒരു ഫ്ലൈറ്റിൽ ഉണ്ടായിട്ടുള്ള ഒരുപാട് ആൾക്കാരുടെ ജീവൻ രക്ഷിച്ച ഒരു കഥയാണ്. അപ്പം ഇവിടെ ടൈറ്റിൽ എ ഷീൽഡ് ഓഫ് കറേജ് എന്ന് പറഞ്ഞാൽ ഷീൽഡ് എന്ന് വെച്ചാൽ കവചമാണ്, കറേജ് എന്ന് വെച്ചാൽ ധൈര്യം എന്നാണ്. അപ്പം ഷീൽഡ് ഓഫ് കറേജ് എന്ന് വെച്ചാൽ ധീരതയുടെ കവചം എന്നാണ്. അപ്പോൾ ഈ ഒരു സ്റ്റോറി ഒരു കുറേ ന്യൂസ് പേപ്പർ റിപ്പോർട്ടുകളിൽ നിന്ന് തയ്യാറാക്കിയിട്ടുള്ള കുറച്ച് ഭാഗങ്ങളാണ്. നമുക്ക് നേരിട്ട് ഈ ഒരു റിയൽ ലൈഫ് സ്റ്റോറിയിലേക്ക് പോവാം. ഇൻ എ ഡീപ്ലി മൂവിങ് സെറിമണി ഓൺ ദ റിപ്പബ്ലിക് ഡേ ഓഫ് 1987, നീരജ ബാനറ്റ് വാസ് posthumously conferred India's highest peacetime gallantry award, the Ashok Chakra. അപ്പം ഇതിൻ്റെ തുടക്കം, ഈ ഒരു സ്റ്റോറിയുടെ തുടക്കം പറയുന്നത് 1957 റിപ്പബ്ലിക് ഡേ. ആ റിപ്പബ്ലിക് ഡേയിൽ ഒരു സെറിമണി നടക്കുകയാണ്, ഒരു ഫംഗ്ഷൻ നടക്കുകയാണ്. അപ്പോൾ ഈ നീരജ ബാനറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലേഡിക്ക് അവരുടെ മരണശേഷം, അല്ലേ, പോസ്റ്റ്മോസ്ലി എന്ന് വെച്ചാൽ മരണശേഷമാണ്. അപ്പം മരണശേഷം അവർക്കൊരു അവാർഡ് കൊടുക്കുകയാണ്. അവാർഡ് മീൻസ് അശോക ചക്രയാണ്. അശോക ചക്ര എന്ന് വെച്ചാൽ മിലിറ്ററി അവാർഡാണ്. അപ്പോൾ ഇവിടെ ഗാലണ്ടറി എന്ന് വെച്ചാൽ മിലിറ്ററി എന്നാണ്. അപ്പം മരണശേഷമാണ് ഇവർക്ക് ഈ അവാർഡ് ലഭിക്കുന്നത്. ഇപ്പം ഇന്ത്യയിലെ ഏറ്റവും പരമോന്നതമായിട്ടുള്ള ഒരു മിലിറ്ററി അവാർഡാണ് അശോക ചക്ര. അപ്പം അത് അവർക്ക് മരണശേഷം അവരുടെ പേരൻസ് ഏറ്റുവാങ്ങുന്ന ഒരു ചടങ്ങാണ്. India's highest peacetime gallantry award, the Ashok Chakra. Neerja was the brave flight attendant who had sacrificed her life to save passengers on a hijacked aeroplane. അപ്പം ഇവർക്ക് ഇത് ലഭിക്കാനുള്ളൊരു കാരണം എന്ന് വെച്ചാൽ ഇവരൊരു ബ്രേവ് ആയിട്ടുള്ള ഫ്ലൈറ്റ് അറ്റൻഡൻ്റ് ആയിരുന്നു. ബ്രേവ് ആയിട്ട് വെച്ചാൽ വളരെ ധൈര്യശാലിയായിട്ടുള്ള ഒരു ക്യാബിൻ ക്രൂ മെമ്പറായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഇവരിങ്ങനെ ഈ ഫ്ലൈറ്റിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഇവരുടെ ഫ്ലൈറ്റ് എന്ത് ചെയ്യാണ്, ഹൈജാക്ക് ചെയ്യപ്പെടുകയാണ്. ഹൈജാക്ക് മീൻസ് തട്ടിയെടുക്കുകയാണ്, തീവ്രവാദികൾ തട്ടിയെടുക്കുകയാണ്. ദ സെറിമണി അറ്റൻഡൻറ്റ് ബൈ ഡിഗ്നറ്ററീസ്, ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് വാസ് എ ഫിറ്റിംഗ് ട്രിബ്യൂട്ട് ടു നീരജ ലെഗസി. അപ്പോൾ ഈ ഒരു സെറിമണി അല്ലെങ്കിൽ ഈ ഒരു ഫംഗ്ഷന് ഒരുപാട് ഡിഗ്നിറ്ററീസ് എന്ന് വെച്ചാൽ സമൂഹത്തിലെ വലിയ വലിയ ആൾക്കാരൊക്കെ ഉണ്ട് ഈ ഒരു ചടങ്ങിൽ. ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, അതുപോലെ അപ്പം അവരുടെ ആ ഒരു ഈ ഒരു ലെഗസി ഒക്കെ എന്താണ്, അതിനുള്ളൊരു ട്രിബ്യൂട്ട് കൂടിയാണ് ഈ ഒരു ചടങ്ങ്. ദ അശോക് ചക്ര പ്രസൻറ്റഡ് ബൈ ഗ്യാനി സെയിൽ സിംഗ്, the then President of India, was received by Neeraja's mother, Rama Banet. അപ്പം ഈ ഒരു അശോക് ചക്ര നീരജ ബാനറ്റിന് ലഭിച്ച അശോക് ചക്ര സ്വീകരിക്കുന്നത് ഇവരുടെ അമ്മയായിട്ടുള്ള രമ ബാനറ്റാണ്. അന്നത്തെ പ്രസിഡൻ്റായിട്ടുള്ള ഗ്യാനി സെയിൽ സിംഗ് എന്നാണ് ഇവർ ഈ അവാർഡ് സ്വീകരിക്കുന്നത്. നീരജാസ് ഫാദർ ഹരീഷ് ബാനറ്റ് ആൻഡ് ഹെർ ബ്രദേഴ്സ് വർ പ്രസൻറ്റ് ടു വിറ്റ്നസ് ദ സെറിമണി. അപ്പോൾ ഈ ഒരു വലിയ ചടങ്ങിലേക്ക് ഈ നീരജയുടെ അച്ഛനായിട്ടുള്ള ഹരീഷ് ബാനറ്റ് ഉണ്ട്, അതുപോലെ തന്നെ അവളുടെ സഹോദരങ്ങളുണ്ട്. അവരൊക്കെ എന്ത് ചെയ്യാണ്, ഇതിൽ വിറ്റ്നസ് ആണ്. വിറ്റ്നസ് എന്ന് വെച്ചാൽ ഇതിന് സാക്ഷ്യം വഹിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. നീരജ വാസ് ബോൺ ഓൺ 7th September 1963 in Chandigarh, India, where she grew up in a loving and supportive family. ഇപ്പോൾ ഇവിടെ പറയുന്നത് നീരജ ജനിച്ചിട്ടുള്ളത് 1963 സെപ്റ്റംബർ 7 ഇന്ത്യയിലെ ചണ്ഡീഗഡ് എന്ന സംസ്ഥാനത്താണ്. where she grew up in loving and supportive family. പിന്നെ ഇവിടെ പറയുന്നത് നീരജയുടെ ഫാമിലിനെ പറ്റിയാണ്. അപ്പോൾ ഫാമിലി വളരെ സ്നേഹമുള്ള, വളരെ ലവിങ് ആയിട്ടുള്ള, അതുപോലെ തന്നെ സപ്പോർട്ടീവായിട്ടുള്ള, അവളെ എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാമിലി കൂടിയായിരുന്നു എന്നാണ് പറയുന്നത്. ഷീ സ്റ്റാർട്ടഡ് ഹെർ കരിയർ ആസ് എ മോഡൽ.
അതുപോലെ തന്നെ അവൾ അവളുടെ കരിയർ ആരംഭിച്ചത് ഒരു മോഡലായിട്ട് ആയിരുന്നു. ഹെർ എലഗൻസ്, ഡെഡിക്കേഷൻ, കോൺഫിഡൻസ് ആൻഡ് പോയ്സ് ലെഡ് ഹെർ ടു പെർസ്യൂ എ കരിയർ ഇൻ ദ എയർലൈൻ ഇൻഡസ്ട്രി. പിന്നെ ഇവിടെ പറയുന്നത് ഹെർ എലഗൻസ്, അവളുടെ ആ ഒരു ബ്യൂട്ടി, അതുപോലെ ഡെഡിക്കേഷൻ, ആത്മാർത്ഥത, കോൺഫിഡൻസ്, ആത്മവിശ്വാസം, ആൻഡ് പോയ്സ് എന്നുവെച്ചാൽ ആക്റ്റീവ്നെസ്, എനർജറ്റിക്, ഇതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ലെഡ് ഹെർ ടു പെർസ്യൂ എ കരിയർ ഇൻ ദ എയർലൈൻ ഇൻഡസ്ട്രി. അപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ അവളെ ഈ എയർലൈൻ ഇൻഡസ്ട്രിയിൽ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു? അവിടെ സക്സസ് ആവാൻ സഹായിച്ചു എന്നാണ് പറയുന്നത്. നീർജ joined Pan Am as a flight attendant and quickly gained a reputation for professionalism and dedication to her work. അതുപോലെ തന്നെ നീർജ പെട്ടെന്ന് തന്നെ പാൻ ആം എന്ന് വെച്ചാൽ പാൻ അമേരിക്കൻ ഫ്ലൈറ്റിനാണ് ഇവിടെ പാൻ ആം എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം അവൾ പാൻ ആം ഫ്ലൈറ്റിൻ്റെ അറ്റൻഡൻറ്റ് ആൻഡ് ക്വിക്ക്ലി ഗെയിൻഡ് റെപ്യൂട്ടേഷൻ, അവിടുത്തെ അറ്റൻഡൻ്റ് ആവുകയും അതുപോലെ ക്വിക്ക്ലി പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു? റെപ്യൂട്ടേഷൻ നേടിയെടുക്കാനും സാധിച്ചു എന്നാണ് പറയുന്നത്. റെപ്യൂട്ടേഷൻ എന്ന് വെച്ചാൽ പ്രശസ്തി. ഫോർ പ്രൊഫഷണലിസം ആൻഡ് ഡെഡിക്കേഷൻ ടു ഹെർ വർക്ക്, അതിന് സഹായിച്ചെന്താണ്? അവളുടെ ആ വർക്കിനോടുള്ള പ്രൊഫഷണലിസവും അതുപോലെ തന്നെ അവളുടെ വർക്കിലുള്ള ഡെഡിക്കേഷനുമാണെന്നാണ് പറയുന്നത്. ഓൺ 5th September 1986, Pan Am Flight 73, a Boeing 747 aircraft bearing the registration N656PA was hijacked at Karachi International Airport, Pakistan. അങ്ങനെ 1986 സെപ്റ്റംബർ 5 ഈ പാൻ അമേരിക്കൻ ഫ്ലൈറ്റ് ആയിട്ടുള്ള ഈ N656PA എന്നുള്ള രജിസ്ട്രേഷൻ നമ്പറുള്ള ഈ ഒരു വിമാനം പാകിസ്ഥാനിലെ കറാച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ വെച്ചിട്ട് എന്ത് ചെയ്യാണ്? ഹൈജാക്ക് ചെയ്യപ്പെടുകയാണ്. വെച്ചാൽ തീവ്രവാദികൾ എന്ത് ചെയ്യാണ്? ഈ വിമാനത്തെ തട്ടിയെടുക്കുകയാണ്. ദ ഫ്ലൈറ്റ് വാസ് en route from Mumbai, India to New York City with scheduled stops in Karachi and Frankfurt. അപ്പോൾ ഈ ഒരു ഫ്ലൈറ്റ് എന്ന് വെച്ചാൽ ഇന്ത്യയിലെ മുംബൈയിൽ നിന്നാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നിട്ട് ന്യൂയോർക്ക് സിറ്റിയിലേക്കാണ് അത് പോകുന്നത്. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഇതിന് കറാച്ചിയിൽ സ്റ്റോപ്പുണ്ട്, അതുപോലെ തന്നെ ഫ്രാങ്ക്ഫർട്ടിലും ഇതിന് സ്റ്റോപ്പുണ്ട്. അങ്ങനെ ഇന്ത്യയിൽ നിന്ന് എടുത്തിട്ട് പാകിസ്ഥാനിലെ കറാച്ചിയിലെ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയപ്പോഴാണ് എന്ത് ചെയ്ത്? ഈ പറഞ്ഞിട്ടുള്ള തീവ്രവാദികൾ തട്ടിയെടുത്തിട്ടുള്ളത്. നീർജ വാസ് ഓൺ ഡ്യൂട്ടി വെൻ ദ എയറോപ്ലെയിൻ വാസ് ഹൈജാക്ക്ഡ്. അപ്പം ഈ ഒരു എയറോപ്ലെയിൻ ഹൈജാക്ക് ചെയ്യപ്പെട്ട സമയത്ത്, അല്ലെങ്കിൽ തട്ടിയെടുക്കപ്പെട്ട സമയത്ത് ഇതിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്നത് നീർജ ബെനറ്റായിരുന്നു. The hijackers had gained access to the aircraft, posing as airport security personnel. അങ്ങനെ ഈ ഹൈജാക്കേഴ്സ് ഈ വിമാനം ഹൈജാക്ക് ചെയ്തത് ഈ എയർപോർട്ട് സെക്യൂരിറ്റി പേഴ്സണൽ ആണെന്ന് പറഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ എയർപോർട്ടിലെ സെക്യൂരിറ്റി വിഭാഗക്കാരാണെന്ന് പറഞ്ഞിട്ടാണ് ഇവരെന്ത് ചെയ്തിട്ടുള്ളത്? ഈ വിമാനം കറാച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് തട്ടിയെടുത്തത്, അല്ലെങ്കിൽ അവരുടെ കൺട്രോളാക്കി മാറ്റിയിട്ടുള്ളത്. After the passengers and crew boarded the aircraft in Karachi, the hijackers took control of the plane. The incident lasted around 17 hours and the passengers and crew were held hostage. അപ്പോൾ ഈ ഒരു ഇൻസിഡൻറ്റ് നടന്നിട്ട് ഏകദേശം 17 മണിക്കൂർ എന്ത് ചെയ്യാണ്? കഴിയുകയാണ്. The passengers and crew were held hostage. അപ്പം ഇവിടെ ഹെൽഡ് ഹോസ്റ്റേജ് എന്ന് വെച്ചാൽ അവർ ഈ പറഞ്ഞിട്ടുള്ള ഒരു അടച്ചിട്ടുള്ള, അല്ലെങ്കിൽ ജയിലിൽ അടച്ചിട്ടുള്ള ഒരു അവസ്ഥയ്ക്കാണ് ഇവിടെ ഹെൽഡ് ഹോസ്റ്റേജ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഏകദേശം 17 മണിക്കൂർ എന്ത് ചെയ്യാണ്? ഇവരിങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അടച്ചിട്ടിരിക്കുന്ന അവസ്ഥയിലാണ് ഉള്ളത്. ദ പാസഞ്ചേഴ്സ് വെർ ഫ്രം വാരിയസ് കൺട്രീസ് ഇൻക്ലൂഡിങ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള യാത്രക്കാരെന്ന് പറഞ്ഞാൽ പല രാജ്യത്തു നിന്നുള്ള ആൾക്കാരും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, അപ്പോൾ അമേരിക്കയിലുള്ള യാത്രക്കാരും ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. The hijackers demanded the release of certain prisoners and threatened to kill the passengers if their demands were not met. അപ്പോൾ ഈ വിമാനം
ഹൈജാക്ക് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ തട്ടിയെടുത്തിട്ടുള്ള ആൾക്കാരുടെ ആവശ്യം എന്ന് വെച്ചാൽ ഇവരുടെ കൂടെ ഉണ്ടായിട്ടുള്ള കുറേ ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രിസണേഴ്സിലെ തടവിൽ വെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്യണം, വിട്ടയക്കണം. അങ്ങനെ അവരെ വിട്ടയച്ചിട്ട് എന്ത് ചെയ്യും, ത്രെട്ടൻഡ് ടു കിൽ ദ പാസഞ്ചേഴ്സ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള പാസഞ്ചേഴ്സിനൊക്കെ എന്ത് ചെയ്യും, കൊന്നുകളയുന്നതാണ് ഇവരുടെ ഒരു ഭീഷണി. നീർജ, ദ സീനിയർ ഫ്ലൈറ്റ് പെർസ്യൂവർ, പ്ലേഡ് എ ക്രൂഷ്യൽ റോൾ ഇൻ എൻഷുറിംഗ് ദ സേഫ്റ്റി ഓഫ് ദ പാസഞ്ചേഴ്സ്. അപ്പം നീർജയായിരുന്നു ആ സമയത്ത് ഈ ഫ്ലൈറ്റിൻ്റെ പെർസ്യൂവർ വെച്ചാൽ യാത്രക്കാരുടെ സുരക്ഷയൊക്കെ ഒരുക്കേണ്ട ആൾ. അപ്പം ഷീ മാനേജ്ഡ് ടു ഹൈഡ് ദ പാസ്പോർട്ട്സ് ഓഫ് അമേരിക്കൻ പാസഞ്ചേഴ്സ്. അതുകൊണ്ട് തന്നെ അവൾ എന്ത് ചെയ്തു, ഈ അമേരിക്കക്കാരുടെ പാസ്പോർട്ടൊക്കെ എന്ത് ചെയ്തു, അവർ ഹൈഡ് ചെയ്ത് വെച്ചു. അപ്പോൾ അമേരിക്കക്കാരെ കിട്ടുക എന്നാണ്, അല്ലെങ്കിൽ അവരെ ബന്ദിയാക്കുക എന്നാണ് ഈ ഒരു തീവ്രവാദികളുടെ മെയിൻ ലക്ഷ്യം ഉണ്ടായിരുന്നത്. അപ്പം അവരെ എന്ത് ചെയ്യുക, അവരുടെ പാസ്പോർട്ട് കണ്ടാലാണല്ലോ അവർ അമേരിക്കക്കാരാണെന്ന് മനസ്സിലാവും. അത് ഹൈഡ് ചെയ്ത് വെക്കാൻ എന്ത് ചെയ്തു, ഈ നീരജ ശ്രമിച്ചു. ദിസ് ഹെൽപ്ഡ് സേവ് ലിവ്സ് ആസ് ദേ വർ ടാർഗറ്റിംഗ് അമേരിക്കൻസ്. അപ്പം ഇത് എന്ത് ചെയ്തു, പ്രിവെൻറ്റ് ചെയ്തു അല്ലേ. പ്രിവെൻറ്റ് ചെയ്താൽ തടയുക അല്ലേ. ഹൈജാക്കേഴ്സ് അമേരിക്കക്കാരെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ള കാര്യത്തിൽ നിന്ന് എന്ത് ചെയ്തു, ഈ ഒരു പാസ്പോർട്ട് മറച്ചു വെക്കുന്നതിൽ നിന്ന് അവരെ രക്ഷിച്ചു എന്നാണ് പറയുന്നത്. ആസ് ഹവേഴ്സ് പാസ്റ്റ്, അങ്ങനെ മണിക്കൂറുകൾ മുന്നോട്ട് പോയി. ടെൻഷൻ എസ്കലേറ്റഡ് വെച്ചാൽ പ്രഷർ ഇൻക്രീസ് ചെയ്തു അല്ലേ. അവിടെയെല്ലാം എന്ത് ചെയ്തു, ഒരു അവിടെ അടുത്ത അന്തരീക്ഷമൊക്കെ ആകെ മാറി. കാര്യം എല്ലാ ആൾക്കാർക്കും പേടിയൊക്കെ വരാൻ തുടങ്ങി. ദ ഹൈജാക്കേഴ്സ് ബിക്കം ഇൻക്രീസിംഗ്ലി എജിറ്റേറ്റഡ്. അതുപോലെ തന്നെ ഈ ഹൈജാക്ക് ചെയ്ത ആൾക്കാർ എന്താണ്, അജിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങി. അജിറ്റേറ്റ് ചെയ്യാൻ ചെയ്താണ് ദേഷ്യം പിടിക്കാൻ തുടങ്ങി. ആൻഡ് ദ സിറ്റുവേഷൻ ഗ്രൂ മോർ ആൻഡ് മോർ ഡേഞ്ചറസ്. അതുപോലെ തന്നെ ആ ഒരു സിറ്റുവേഷൻ എന്ത് ചെയ്യാൻ തുടങ്ങി, കൂടുതൽ ഡേഞ്ചർ ആവാൻ തുടങ്ങി, അല്ലെങ്കിൽ എന്താണ്, ഒരു അപകടകരമായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നീർജാസ് ലീഡർഷിപ്പ് ആൻഡ് ക്വിക്ക് തിങ്കിങ് വർ ഇൻസ്ട്രുമെൻ്റൽ ഇൻ ഗൈഡിങ് ദ പാസഞ്ചേഴ്സ് ടു എസ്കേപ്പ് ത്രൂ എമർജൻസി എക്സിറ്റ്. അങ്ങനെ ഈ നീർജയുടെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി, അവൾ എന്ത് ചിന്തിച്ചു, പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം, ഇവരെ ഈ പാസഞ്ചേഴ്സിനെ ഈ എമർജൻസി എക്സിറ്റ് കൂടെ പുറത്ത് അയക്കാമെന്ന് തീരുമാനിക്കുകയാണ്. ഇവിടെ ഇൻസ്ട്രുമെൻ്റൽ ഗൈഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ മീഡിയം ഓഫ് ഡൂയിങ് സംതിങ് എന്നാണ്, എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്നുള്ള കാര്യമാണ്. ആൻഡ് ടേക്കിംഗ് അഡ്വാൻറ്റേജ് ഓഫ് ദ കെയോസ് ആൻഡ് കൺഫ്യൂഷൻ. അപ്പം ഇവിടെ എന്ത് അഡ്വാൻറ്റേജസ് ഉണ്ട്, ഇവിടെ ആകെ കെയോസ് ആയിട്ടുണ്ട് അല്ലേ. കെയോസ് എന്ന് വെച്ചാൽ അലങ്കോലപ്പെട്ടിട്ടുണ്ട് അല്ലേ. അവിടെ മൊത്തത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു അന്തരീക്ഷം ആകെ മോശമായിട്ടുണ്ട് ഈ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലെ. അപ്പോൾ എന്ത് ചെയ്യും, അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇവരുടെ കണ്ണ് വെട്ടിച്ചിട്ട്, ഈ ഒരു തീവ്രവാദികളെ കണ്ണ് വെട്ടിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ എമർജൻസി എക്സിറ്റ് കൂടെ ഈ പാസഞ്ചേഴ്സിനൊക്കെ പുറത്തിറക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. After a 17-hour standoff, Neerja opened the emergency door and the evacuation chute and assisted the passengers escape, even though she could have been the first one to jump out. അങ്ങനെ ഒരു 17 ശേഷം സ്റ്റാൻഡ് ഓഫ് എന്ന് വെച്ചാൽ ഇവിടെയുള്ള ആർഗ്യുമെൻ്റ് അല്ലെങ്കിൽ എന്താണ്, തീരുമാനമെടുക്കാനുള്ള ഒരു സമയം. അങ്ങനെ 17 മണിക്കൂർ കഴിഞ്ഞു. നീർജ ഓപ്പൺ ദ എമർജൻസി ഡോർ. നീർജ എന്ത് ചെയ്യാണ്, അവിടെ എമർജൻസി ഡോർ കൂടെ എന്ത് ചെയ്യാണ്, ഈ പാസഞ്ചേഴ്സിനെ പുറത്തെത്തിക്കാനുള്ള കാര്യങ്ങൾ നോക്കുകയാണ്. ഇവിടെ ഇവാക്യുവേഷൻ ചൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ ആളുകളെ പുറത്തേക്ക് ഇറക്കാനുള്ള ഒരു ചാനലിനാണ് ഇവിടെ ഇവാക്യുവേഷൻ ചൂട്ട്, അല്ലെങ്കിൽ അതിലൂടെ ഇങ്ങനെ തെന്നി നീങ്ങുന്ന ഒരു വേ ആണ്. ആൻഡ് അസിസ്റ്റഡ് ദ പാസഞ്ചേഴ്സ് എസ്കേപ്പ് ഈവൻ ദോ ഷീ കുഡ് ഹാവ് ബീൻ ദ ഫസ്റ്റ് വൺ ടു ജമ്പ് ഔട്ട്. അപ്പോൾ ഈ സമയത്ത് ഈ നീർജയ്ക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യായിരുന്നു, ആദ്യം തന്നെ പുറത്തേക്ക് ഇറങ്ങി രക്ഷപ്പെടായിരുന്നു. പക്ഷേങ്കിൽ അവൾ എന്ത് ചെയ്തില്ല, അങ്ങനെ ചെയ്തില്ല. ട്രാജിക്കലി ആസ് ദ ഹൈജാക്കേഴ്സ് ഓപ്പൺ ഫയർ ഓൺ ദ പാസഞ്ചേഴ്സ്. പക്ഷേങ്കിൽ അവിടെ ഒരു ദുരന്തം സംഭവിക്കുകയാണ്. ഈ ഹൈജാക്കേഴ്സ് എന്ത് ചെയ്യാണ്, അവർ വെടിവെക്കുകയാണ്. ഷി വാസ് ഷോട്ട് വൈൽ വാലിയൻ്റ്ലി ഷീൽഡിങ് 3 children ഫ്രം ദ ബുള്ളറ്റ്സ്. ആ സമയത്ത് ഒരു 3 കുട്ടികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ നീരജ് എന്ത് ചെയ്യാണ്, അവിടെ ഒരു ഷീൽഡായിട്ട് മാറുകയാണ്. ഷീൽഡ് മീൻസ് മറഞ്ഞു നിൽക്കുകയാണ്, ആ കുട്ടികളുടെ മറഞ്ഞിട്ട് നിൽക്കുകയാണ്. അപ്പം എന്ത് ചെയ്യാണ്, ആ വെടിയൊക്കെ കൊള്ളുന്ന ആർക്കാണ്, ഈ പറഞ്ഞിട്ടുള്ള നീരജ ബാനറ്റിനാണ്.
ഇവിടെ വാലിയൻ്റ്ലി എന്ന് വെച്ചാൽ എക്സ്ട്രീം കറേജിനാണ്. അപ്പം ആ ഒരു അത്രയും ധൈര്യം എടുത്തിട്ട് അവൾ എന്ത് ചെയ്തു, അവൾ ആ ഒരു ഷോട്ടുകളൊക്കെ അവൾ എന്ത് ചെയ്യാണ്, അവളെ മേത്തേക്ക് കൊള്ളുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യാണ്, ആ കുട്ടികളെ അവൾ ധീരമായിട്ട് രക്ഷിക്കുകയാണ്. അങ്ങനെ അവൾ എന്ത് ചെയ്യാണ്, മരിച്ചു പോവാണ്. ഇമ്മീഡിയറ്റ്ലി ദ പാകിസ്ഥാനി SSG stormed the plane, overpowering the hijackers and securing the release of the hostage. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാണ്, പാകിസ്ഥാനിലെ SSG എന്ന് വെച്ചാൽ സ്പെഷ്യൽ സർവീസ് ഗ്രൂപ്പാണ്. അവരെന്ത് ചെയ്യാണ്, പെട്ടെന്ന് പ്ലെയിനിലേക്ക് കയറുകയാണ്. ഓവർ പവറിങ് ദ ഹൈജാക്കേഴ്സ്, ഓവർ പവറിങ് വെച്ചാൽ ആ ഹൈജാക്കേഴ്സിനൊക്കെ എന്ത് ചെയ്യാണ്, കീഴടക്കുകയാണ്. ആൻഡ് സെക്യൂറിങ് ദ റിലീസ് ഓഫ് ദ ഹോസ്റ്റേജസ്. അപ്പം അവിടെ എന്നിട്ട് എന്ത് ചെയ്യാണ്, അവിടെ തടവിലാക്കിയിട്ടില്ല, ഹോസ്റ്റേജ് എന്ന് വെച്ചാൽ ബന്ദിയാക്കിയിട്ടില്ല, തടവിലാക്കിയിട്ടില്ല, അവരെന്ത് ചെയ്യാണ്, അവരൊക്കെ റിലീസ് ചെയ്യാണ്. Neerja's heroism at the cost of her life saved the lives of the innocent children and many others on the flight. ഇങ്ങനെ നീരജയുടെ ഹീറോയിസം അറ്റ് ദ കോസ്റ്റ് ഓഫ് ഹെർ ലൈഫ്. അപ്പം കോസ്റ്റ് ഓഫ് ദ ലൈഫ് എന്ന് വെച്ചാൽ ജീവൻ ബലിയർപ്പിക്കുക അല്ലേ. അപ്പോൾ അവളുടെ ജീവൻ പോലും ബലിയർപ്പിച്ചുകൊണ്ട് നീരജ നടത്തിയിട്ടുള്ള ആ ഒരു ഹീറോയിസം സേവ്ഡ് ദ ലിവ്സ് ഓഫ് ദ ഇന്നസെൻറ്റ് ചിൽഡ്രൻ. അങ്ങനെ ഒരുപാട് കുട്ടികളെ എന്ത് ചെയ്യുന്നത്, രക്ഷിച്ചിട്ടുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. ആൻഡ് മെനി അതേഴ്സ് ഓൺ ദ ഫ്ലൈറ്റ്. അതുപോലെ തന്നെ ആ വിമാനത്തിൽ യാത്ര നടത്തിയിട്ടുള്ള മറ്റൊരുപാട് ആൾക്കാരുടെ ജീവൻ പോലും എന്താണ്, നീരജയുടെ ജീവൻ കൊടുത്തുകൊണ്ട് രക്ഷിച്ചതാണെന്നാണ് പറയുന്നത്. ഹെർ കറേജ് ഇൻ സാക്രിഫൈസിങ് ഹെർ ലൈഫ് ടു പ്രൊട്ടക്ട് ദ ചിൽഡ്രൻ ഈസ് എ ടെസ്റ്റമെൻറ്റ് ടു ഹെർ സെൽഫ്ലെസ് ബ്രേവറി. അവളുടെ ആ ഒരു സെൽഫ്ലെസ് ബ്രേവറിയുടെ ടെസ്റ്റമെൻ്റാണ്, ടെസ്റ്റമെൻ്റ് തെളിവാണ് ആ കുട്ടികളെ രക്ഷിച്ചതിലൂടെ നമുക്ക് മനസ്സിലാകുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. ദ ഹൈജാക്കിംഗ് ഓഫ് പാൻ ആം ഫ്ലൈറ്റ് 73 still remains one of the significant incidents in aviation history. അപ്പം ഈ ഒരു പാൻ അമേരിക്കൻ ഫ്ലൈറ്റിൽ ഉണ്ടായിട്ടുള്ള ഒരു ഹൈജാക്കിങ്ങും അതിനുശേഷമുള്ള ആ ഒരു ഇൻസിഡൻ്റൊക്കെ ഫ്ലൈറ്റ് ചരിത്രത്തിൽ എന്താണ്, ചരിത്രത്തിലെ ആദ്യത്തെ ആണെന്നാണ് ഇവിടെ പറയുന്നത്. ആൻഡ് നീരജ ബാനറ്റ് ഹീറോയിസം ആൻഡ് സാക്രിഫൈസ് വിൽ ലിവ് ഇൻ അവർ മെമ്മറി ദ വേൾഡ് എവർ. അപ്പം ആ നീരജയുടെ ഹീറോയിസം അല്ലെങ്കിൽ അവിടെ ആ ഒരു സാക്രിഫൈസ് എല്ലാവരുടെ മനസ്സിലും, ലോകത്തിലെ എല്ലാവരുടെ മനസ്സിലും നിലനിൽക്കുന്നു കൂടി ഇവിടെ പറയുന്നുണ്ട്. ഹെർ സ്റ്റോറി ഇൻസ്പയർഡ് എ ജനറേഷൻ ആൻഡ് ലെഡ് ഇറ്റ് ടു ചേഞ്ച് ഇൻ ഏവിയേഷൻ സെക്യൂരിറ്റി പ്രൊസീജിയേഴ്സ് വേൾഡ് വൈഡ്. അതുപോലെ തന്നെ അവളുടെ ഒരു സ്റ്റോറി, ഈ ഒരു കഥ കാരണം എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഏവിയേഷൻ്റെ ഈ സെക്യൂരിറ്റി പ്രൊസീജിയറിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെന്നും അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. The United States Congress Special Courage Award was posthumously conferred on Neeraj Bharat. അങ്ങനെ ഈ ടെസ്റ്റിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ് കോൺഗ്രസ് ഒരു സ്പെഷ്യൽ അവാർഡ് അവളുടെ നീരജയുടെ മരണത്തിന് ശേഷം അവൾക്ക് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ദ ഫ്ലൈറ്റ് സേഫ്റ്റി ഫൗണ്ടേഷൻ, ആൻ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ ഏവിയേഷൻ സേഫ്റ്റി, ഓൾസോ ഹോണേഡ് ഹെർ പോസ്റ്റ്മോസ്ലി വിത്ത് ദ ഹീറോയിസം അവാർഡ്. അങ്ങനെ ഈ ഫ്ലൈറ്റ് സേഫ്റ്റി ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ എന്ത് നൽകുന്നുണ്ട്, അവളുടെ മരണശേഷം അവൾക്കൊരു ഹീറോയിസം അവാർഡ് കൂടി നൽകുന്നുണ്ട്. അതുപോലെ തന്നെ പാകിസ്ഥാൻ ഹോണേഡ് ഹെർ വിത്ത് തങ്ക ഇ പാകിസ്ഥാൻ അവാർഡ്. അങ്ങനെ പാകിസ്ഥാനിലെ ഒരു വലിയ ബഹുമതിയായിട്ടുള്ള തങ്ക ഇ പാകിസ്ഥാനും അവൾക്ക് അവളുടെ മരണശേഷം ലഭിക്കുന്നുണ്ട്. ടു കോമമറേറ്റ് ഹെർ കറേജ്, നീരജാസ് ഫാമിലി സെറ്റപ്പ് ദ നീരജ ബാനറ്റ് പാൻ ആം ട്രസ്റ്റ്. അങ്ങനെ നീരജയുടെ ഓർമ്മകൾ നിലനിർത്താൻ വേണ്ടിയിട്ട്, കൊമമറേറ്റ് മീൻസ് ഓർമ്മകൾ, ആ ഓർമ്മകൾ നിലനിർത്താൻ വേണ്ടിയിട്ട് നീരജയുടെ ഫാമിലി എന്ത് ചെയ്യുന്നുണ്ട്, നീരജ ബാനറ്റ് പാൻ ആം ട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രസ്റ്റ് കൂടി രൂപീകരിക്കുന്നുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാണ് വെച്ചാൽ, ദ ട്രസ്റ്റ് റെക്കഗ്നൈസസ് ഇന്ത്യൻ വിമൻ ഹു ഫൈറ്റ് ഇൻ സോഷ്യൽ ഇൻജസ്റ്റിസ്. അപ്പം സോഷ്യൽ ഇൻജസ്റ്റിസ് എന്ന് വെച്ചാൽ സാമൂഹ്യപരമായിട്ടുള്ള അനീതി നേരിടുക. നമ്മൾ സമൂഹത്തിൽ അനീതി നേരിടുന്ന സ്ത്രീകളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അവാർഡ് അവർ ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ആൻഡ് എയർലൈൻ ക്രൂ ഹൂ ഡിസ്പ്ലേ കറേജ് ഇൻ മൊമെൻറ്റ്സ് ഓഫ് ക്രൈസിസ്. ഇതുപോലെ തന്നെ ഏതെങ്കിലും ക്രൈസിസിൽ പെടുന്ന മൊമെൻറ്റിൽ ധൈര്യം കാണിക്കുന്ന എയർലൈൻ ക്രൂസിനും കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു അവാർഡ് അവർ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ദ 2016 ബോളിവുഡ് ഫിലിം നീരജ, എ ബയോപിക് ഓൺ ഹെർ ലൈഫ് ആൻഡ് സാക്രിഫൈസ്, ഡയറക്റ്റഡ് ബൈ രാം മധ്വാനി. അങ്ങനെ 2016 ഒരു ബോളിവുഡ് ചിത്രം
നീർജ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബോളിവുഡ് ചിത്രം ഇറങ്ങുന്നുണ്ട്. എ ബയോപിക് ഓൺ ഹെർ ലൈഫ്. അപ്പോൾ ഇതൊരു ബയോപിക്കാണ്. അപ്പം ബയോപിക് എന്ന് വെച്ചാൽ ഒരു യഥാർത്ഥ വ്യക്തിയെക്കുറിച്ചുള്ള സിനിമയാണ് ബയോപിക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സംവിധാനം ചെയ്തിട്ടുള്ളത് രാം മധ്വാനിയാണ്. വാസ് എ ഹ്യൂജ് ഹിറ്റ് വിന്നിങ് ദ നാഷണൽ അവാർഡ് ഫോർ ബെസ്റ്റ് ഫീച്ചർ ഫിലിം ഇൻ ഹിന്ദി. അപ്പം ഈ ഒരു സിനിമ ആ ഒരു സമയത്ത് വലിയ വിജയം നേടുകയും അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സിനിമയ്ക്ക് കൊടുക്കുന്ന അവാർഡായിട്ടുള്ള നാഷണൽ അവാർഡ് ബെസ്റ്റ് ഫീച്ചർ ഫിലിമിന് ഈ സിനിമ നേടുകയും ചെയ്തിട്ടുണ്ട്. ആൻഡ് സ്പെഷ്യൽ മെൻഷൻ ഫോർ ദ ആക്ടർ ഹൂ ഡിഡ് നീർജാസ് റോൾ സോനം കപൂർ. അപ്പം ഇതിൽ ഈ നീർജയുടെ റോൾ ചെയ്തിട്ടുള്ളത് സോനം കപൂർ ആയിരുന്നു. അവർക്ക് ആ ഒരു ജൂറിയുടെ സ്പെഷ്യൽ മെൻഷനിങ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു റിയൽ ലൈഫ് സ്റ്റോറിയിൽ കൂടെ ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോറി കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ ഒരു ക്യാബിൻ ക്രൂ മെമ്പറായിട്ടുള്ള ഒരു സ്ത്രീയുടെ ധൈര്യവും ആ ധൈര്യം കൊണ്ട് ഒരുപാട് കുട്ടികളടക്കമുള്ള ഒരുപാട് ആൾക്കാർ രക്ഷപ്പെടുകയും ചെയ്യുന്ന ഒരു ഇൻസ്പിറേഷനായിട്ടുള്ള ഒരു മോട്ടിവേഷണലായിട്ടുള്ള അല്ലെങ്കിൽ ഒരു സാക്രിഫൈസിങ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്.